ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരസ്യമായി മറനീക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടിയിരുന്നതാണ് എന്ന് എപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ട്? പത്രസമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് വിമർശനങ്ങൾക്ക് അഭ്യൂഹങ്ങൾക്കൊക്കെ അത് വഴിവെച്ചിരുന്നു. പത്രസമ്മേളനത്തിൻ്റെ അകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാനതിന് വിധേയനായിപ്പോയി. ആവശ്യമില്ലായിരുന്നു ആ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് സെറ്റിൽ ചെയ്തു. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ കൂടി മാത്രമാണ് അങ്ങേക്ക് തിരക്കുണ്ടെന്നറിയാം. അതായത് ഈ SNDPയുമായും വെള്ളാപ്പള്ളി നടേശനുമായും അങ്ങേക്ക് നേരത്തെ മുതൽ ഒരു ആത്മബന്ധമുണ്ട് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ KPCCയുടെ അധ്യക്ഷ പദവിയിൽ K. സുധാകരൻ തന്നെ തുടരണം എന്ന ഒരു നിലപാടിന് പിന്നിൽ NSSൻ്റെ ഒരു സ്വാധീനം കൂടി ഉണ്ടായിരുന്നു. NSSും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ G. സുകുമാരൻ നായരുമായും ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അതേ ആത്മബന്ധം തന്നെ അങ്ങ് കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഇവരോടെല്ലാം ഒരേപോലെ നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. സുകുമാരേട്ടനെയും ചേട്ടനെയും കാണാൻ പോകാറുണ്ട്. വെള്ളാപ്പള്ളി ചേട്ടൻ ഇന്നലെ വരെ ഞാൻ ഫോൺ ചെയ്തിരുന്നു, പുള്ളിക്ക് സുഖമില്ല, കിടക്കുകയെന്ന്. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അതുപോലെ നമ്മൾ ബിഷപ്പുമാരെയൊക്കെ ഞാൻ മിക്കവാറും ബിഷപ്പുമാരെയും ഞാൻ നേരിട്ട് കാണാറുണ്ട്. എനിക്ക് അതിനോടൊക്കെ ബഹുമാനമാണ്, ആദരവാണ്. അവരെയൊക്കെ എന്നും നമ്മളിരുന്ന സമൂഹത്തിൻ്റെ ഒരു വലിയ വിലമതിക്കാനാകാത്ത സ്വത്താണെന്ന് കരുതുന്നവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അത് എല്ലാവർക്കും ബാധകമാണ്. അത് രണ്ടാൾക്ക് മാത്രമല്ല. ഈ മതസംഘടനകളുടെ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾക്ക് രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നും അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. അവർ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളല്ലേ. ആ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അവർക്ക് അനുഭവത്തിൻ്റെ ഒരുപാട് സമ്പത്തില്ലേ. അത് നമ്മൾ ശരിയും തോന്നുന്നത് നമ്മൾ സ്വീകരിക്കണ്ടേ? അതെടുക്കും. തെറ്റാണെങ്കിൽ തെറ്റാന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ പറയും. എൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മുഖത്ത് നോക്കിയിട്ട് തെറ്റാണെങ്കിൽ തെറ്റാന്ന് റോങ് എന്ന് ഞാൻ പറയും. ഞാൻ ശരിയാണെങ്കിൽ ശരിയാന്ന് പറയും. അപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും KPCCയുടെ പുനഃസംഘടനയുമെല്ലാം ഈ കൃത്യമായി സാമുദായിക സംഘടനകളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കിക്കൊണ്ട് തന്നെയായിരിക്കും. നിശ്ചയമായും. അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണത്, കീഴ്വഴക്കമാണത്. നമ്മൾ അങ്ങനെ തന്നെ എല്ലാ കാലത്തും എല്ലാവരും ചെയ്യാറ് അങ്ങനെ തന്നെയാണ്, ഞങ്ങളും ചെയ്യാറ് അങ്ങനെ തന്നെയാണ്. വരാൻ പോകുമ്പോഴും ഞങ്ങളത് തന്നെ ചെയ്യാൻ പോകുന്നു. അവസാനമായി ഒരു ചോദ്യം കൂടി. കേരളത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-15 വർഷമായി പിണറായി വിജയൻ എന്ന ഒരു മുഖത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് CPM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2 തവണ അവർക്ക് രാഷ്ട്രീയമായ വലിയ വിജയം ആണ് നേടിക്കൊടുത്തത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന സ്ഥലങ്ങളിൽ പോലും കൃത്യമായി പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. അവിടെ അവർ ഒരു സിംഗിൾ മുഖം ഉയർത്തി കാണിച്ചുകൊണ്ട്, അങ്ങനെ ഒരു മുഖം ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF തയ്യാറായില്ല എങ്കിൽ UDFന് തിരിച്ചടി ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുമുണ്ട്. അവിടെ അങ്ങനെ ഒരു മുഖം ഉയർത്തേണ്ടതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ട്? പിണറായി വിജയൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ഭൂരിപക്ഷം വാങ്ങിയ MP ആണ് ഞാൻ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അന്നല്ല, ഇപ്പം അടുത്തല്ലേ. ഞാനിപ്പോൾ വീണ്ടും മത്സരിച്ചപ്പം കിട്ടിയതല്ലേ പറയുന്നത്. ഞാൻ എവിടെ നിന്നാണ് വോട്ട് ഇത്രയും ഭൂരിപക്ഷം വാങ്ങിയത്? 1,22,000 വോട്ട് ഇല്ലല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് കോട്ടയല്ലേ. അങ്ങ് വിചാരിച്ചിരുന്നില്ല? ഇല്ല, ഇത്ര ഭൂരിപക്ഷമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ജയിക്കും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. അത് പ്രതീക്ഷിച്ചില്ല. കിട്ടിയെന്ന് മാത്രമല്ല, ആ കിട്ടിയതിൻ്റെ പിറകിലുള്ള ചേതോവികാരം അത് ഓരോന്നോരോന്ന് അന്വേഷിച്ചറിയുമ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. നിങ്ങൾക്ക് ഇതിനു മുമ്പൊന്നും പറയാൻ കഴിയില്ല. ഒരുപാട് ബന്ധങ്ങൾ ആ ബന്ധങ്ങളെല്ലാം എനിക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് പ്രതികരിച്ചു. ജാതിയും മതവും ഒന്നും നോക്കാതെ, രാഷ്ട്രീയം ഒന്നും നോക്കാതെ. എന്തുകൊണ്ട്? ഇടതുപക്ഷക്കാരടക്കമാണ് പറയുന്നത് ഞാൻ. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെന്താ സംശയം കാര്യത്തിൽ? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അകത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPMലെ സാധാരണ പ്രവർത്തകന്മാർക്ക് പോലും പിണറായി വിജയനോട് കണ്ടൂടാ. പിണറായി വിജയനോട് അസഹിഷ്ണുതയാണ്. പ്രാദേശിക കമ്മിറ്റികളിൽ പലപ്പോഴും പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുറത്തറിയാത്തത് കൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ നയത്തെ അവിടെ CPMൻ്റെ അകത്തുള്ള പ്രവർത്തകന്മാർ ഏറെയും ഇഷ്ടപ്പെടാത്തതാണ്. ആ ഇഷ്ടപ്പെടാത്ത പിണറായി വിജയനെ പിന്നെ എവിടെയാണ് ആളുകൾ സ്വീകരിക്കുക?